ഇപ്പം എക്സ് അല്ലാന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. ഇപ്പം ഈ ഒരു പുഷ് നോട്ടിഫിക്കേഷൻസ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒന്നും വരില്ല. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ് അല്ലാന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ എങ്ങനെ പുഷ് നോട്ടിഫിക്കേഷൻസ് ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രിഫറൻസസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുഷ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് മിക്കവാറും ഓണായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇപ്പം നിങ്ങൾക്ക് പുഷ് നോട്ടിഫിക്കേഷൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം പുഷ് നോട്ടിഫിക്കേഷൻസ് ഒന്നും നമുക്ക് വരില്ല. അപ്പോൾ കാര്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് എക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എക്സ് അല്ലാന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ പുഷ് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവിനായിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.